അങ്ങനെ ഒടുവിൽ ദീപക് വിഷയത്തിൽ ഒളിവിൽ പോയ ഷിംജിതയെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ വിചാരണയെക്കുറിച്ചാണ്. എന്നാൽ കൂടുതൽ ആരും പറയാതെ പോകുന്ന മറ്റൊരു ഭാഗമുണ്ട്. അത് പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ദീപക് ഉൾപ്പെടെ ഓരോ 4 മിനിറ്റിലും ഇന്ത്യയിൽ ഓരോ പുരുഷന്മാർ വീതം സ്വയം ജീവൻ എടുക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ ആരും പറയാതെ പോകുന്ന ഒരു വിഷയമാണിത്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. പയ്യന്നൂരിൽ നിന്ന് വടകരയിലേക്കുള്ള തിക്കും തിരക്കും നിറഞ്ഞൊരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപക് യു എന്ന 42 വയസ്സുകാരനായിട്ടുള്ള ചെറുപ്പക്കാരന്റെ വീഡിയോ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട്. അത് വലിയ തോതിൽ തന്നെ വൈറലാകുന്നുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഇതിന്റെ അനന്തരഫലമായിട്ട് വലിയ തോതിൽ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഒരു ഡിജിറ്റൽ വിചാരണ തന്നെ അവിടെ നടക്കപ്പെട്ടു എന്നതാണ്. ഒരുപാടധികം ആളുകൾ ദീപക്കിനെതിരായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. വലിയ തോതിലുള്ള കമന്റുകൾ മുഴുകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷിംജിതയെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഒരുപാടധികം ആളുകൾ അതേ സമയത്ത് തന്നെ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും ഇവിടെ തെറ്റെന്താണ് ശരി എന്താണ് എന്നൊന്നും മനസ്സിലാക്കാതെയുള്ള വലിയ തോതിലുള്ള ഒരു പരസ്യ വിചാരണ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം അനന്തര ഫലമായിട്ട് മനം നൊന്തുപോയ ദീപക് എന്ന ചെറുപ്പക്കാരൻ ഈ ലോകത്തോട് വിട പറയുന്നുണ്ട്. അദ്ദേഹം സ്വയം ജീവൻ എടുക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരും ഒരുപോലെ ഉണരുന്നതും വലിയ തോതിൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എത്തുന്നതും, മാത്രമല്ല കേരളത്തിനും അപ്പുറത്തേക്ക് ബൗണ്ടറികൾക്കൊക്കെ അതീതമായിട്ട് ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് നിലവിൽ ഇത് മാറി വന്നിട്ടുള്ളതൊക്കെ ഒരു പക്ഷേ നിങ്ങളിവിടെ തീർച്ചയായിട്ടും ചിന്തിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. 42 വയസ്സുള്ള ഒരു യുവാവ്, ഒരു പുരുഷൻ എന്തുകൊണ്ട് തൻ്റെ ജീവൻ എടുത്തു എന്ന് പറയുന്ന ഒരു കാര്യം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെടുത്തി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരുപാടധികം കണക്കുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ടും സാക്ഷരത കൊണ്ടും ഒക്കെ കേരളം മുന്നിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള വെല്ലുവിളികൾ അവിടെ കേരളീയ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ 2020 മുതൽ 2023 വരെയുള്ള ആത്മഹത്യകളുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ 79% നമുക്ക് കാണാൻ സാധിക്കുന്നത് പുരുഷന്മാരെയാണ്. മാത്രമല്ല ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിൽ ഇത്തരത്തിൽ സ്വയം ജീവൻ എടുക്കുന്ന പുരുഷന്മാരുടെ എണ്ണം എന്നൊരു കാര്യത്തെക്കുറിച്ചും സ്ത്രീകളെക്കാൾ, ഇന്ത്യയിലെ സ്ത്രീകളെക്കാൾ 2.5 ഇരട്ടിയിലധികം ആത്മഹത്യകളൊക്കെ തന്നെയും പുരുഷന്മാരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന കണക്കും, അതോടൊപ്പം വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വെച്ച ഓരോ 4 മിനിറ്റിലും ഇന്ത്യയിൽ ഓരോ പുരുഷൻ വീതം തന്റെ സ്വയം ജീവൻ വെടിയുന്നുണ്ട് എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊക്കെ തന്നെയും പുരുഷാധിപത്യത്തെക്കുറിച്ചും ലിംഗസമത്വത്തെക്കുറിച്ചും ഒക്കെ വാതോരാതെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും എന്താണ് ഈ പുരുഷന്മാർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുന്ന കാര്യം ഇന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ തന്നെ കിടക്കുന്ന ഒരു വിഷയമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് സാംസ്കാരികപരമായിട്ടുള്ള സമ്മർദ്ദമാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഗ്യാപ്പ് കാണാം. മൂന്നാമതായിട്ട് സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദവും, നാലാമതായിട്ട് നിയമങ്ങളുടെ ദുരുപയോഗവും വലിയ രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞു വെച്ചതൊക്കെ തന്നെയും ഒരുപാട് കാരണങ്ങൾ ഉള്ളതിൽ ചില കാരണങ്ങൾ മാത്രമാണ്. ഓരോന്നായിട്ട് വിശദമായ രീതിയിൽ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും ഒന്നാമതായിട്ട് അടിസ്ഥാനപരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാംസ്കാരികപരമായിട്ടുള്ള സമ്മർദ്ദം എന്നതാണ്. ഒരു ആൺകുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ കരയുമ്പോൾ അവൻ കേൾക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, നീ ഒരു ആണാണ്, ആണുങ്ങൾ കരയാൻ പാടില്ല, അത് മോശമാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇത് കേട്ടുകൊണ്ടാണ് പലപ്പോഴും ഓരോ പുരുഷനും വളർന്നു വരുന്നത്. ഇതൊക്കെ തന്നെയും അവൻ്റെ ഉള്ളിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്ന രീതിയിലുള്ള ഒരു ഫ്രെയിം വർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് പുരുഷന്മാർ ഓവറായിട്ട് അവരുടെ ഫീലിങ്സ് ഒന്നും തന്നെ പ്രകടിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പ്രകടിപ്പിക്കുന്നത് വലിയ മോശം കാര്യമാണ്, ആണത്തമില്ലായ്മയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ചെറിയ പ്രായം മുതൽക്കേ തന്നെ ഓരോ ആണിൻ്റെയും ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പോലും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും,
പുരുഷന്മാർക്ക് അറിയാൻ പാടില്ല, ആണുങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ന് പറയുന്നൊരു കാര്യം. ഇതിൻ്റെ ഒക്കെ ഒരു അനന്തര ഫലമായിട്ട് സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഈ ആണുങ്ങളൊക്കെ തന്നെയും എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ ഈ കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ച് അടക്കി വെച്ചിരിക്കും. ഒരു കാരണവശാലും പല ആളുകളുടെയും ഭൂരിഭാഗം ആളുകളുടെയും ഉള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വരാറില്ല. ഇനി രണ്ടാമത്തെ വലിയൊരു കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പ് ഗ്യാപ്പാണ്. ഇത്തരത്തിലുള്ള വ്യത്യസ്ത പ്രശ്നങ്ങളിലൂടെ പുരുഷന്മാർ കടന്നു പോകുമ്പോൾ സ്ത്രീകളൊക്കെ തന്നെയും ചെയ്യുന്നത് പോലെ ഒരിക്കലും ഫ്രണ്ട്സിനടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം കൂടെ ഷെയർ ചെയ്യുന്ന ഒരു രീതി പലപ്പോഴും പുരുഷന്മാർക്കില്ല, ഭൂരിഭാഗം പുരുഷന്മാർക്കും ഇല്ല. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ചില വാക്കുകളാണ്: ഇന്നലെ വരെ എൻ്റെ തോളിൽ കൈയിട്ട് നടന്നവനാണ്, ചിരിച്ചു കളിച്ച് നടന്നവനാണ്, അവൻ ഇന്ന് ജീവനോടെ ഇല്ല എന്ന സങ്കടത്തോടെയുള്ള പല സുഹൃത്തുക്കളുടെയും വാക്കുകൾ. ഞാൻ ഉൾപ്പെടെ അത്തരത്തിലുള്ള വാക്കുകൾ പല ആളുകളുടെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പുരുഷന്മാർ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നില്ല, അല്ലെങ്കിൽ വ്യത്യസ്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നുകിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂകളായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ലവ് ഫെയിലിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന അവസരത്തിൽ തുറന്നു പറയാൻ പലപ്പോഴും ഈ പുരുഷന്മാർ മടിക്കുന്നുണ്ട്. എസ്പെഷ്യലി വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് പോലും തുറന്നു പറയാൻ വലിയ മടി ഈ ആണുങ്ങളുടെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നേരെ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ ആ കാര്യത്തിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. സാമൂഹികപരമായിട്ട് ഇവരുടെ ഉള്ളിൽ കുത്തി നിറക്കപ്പെട്ട ആണുങ്ങൾ പറയരുത്, വികാരങ്ങൾ പ്രകടിപ്പിക്കരുത് എന്ന് പറയുന്ന ചിന്തകൾ തന്നെയാണ് ഇത്തരം തുറന്നു പറച്ചിലുകളിൽ നിന്നൊക്കെ തന്നെയും ഇവരെ മുന്നോട്ടേക്ക് വലിക്കുന്നത്. ഇതിൻ്റെ ഒരു അനന്തര ഫലമായിട്ട് വലിയ തോതിൽ തന്നെ ഇന്ന് പുരുഷന്മാരിൽ വ്യത്യസ്ത മാറ്റങ്ങൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എല്ലാവരും സ്വയം ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ കാരണമായിട്ട് പലരും മദ്യത്തിലേക്കും ലഹരികളിലേക്കും ഒക്കെ തന്നെ അടിമപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകളൊക്കെ തന്നെയും അമിതമായിട്ടുള്ള ജോലി എടുത്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ തന്നെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ആളുകൾ ചിന്തിക്കുന്നത്, പുരുഷന്മാർ ചിന്തിക്കുന്നത്, കുറച്ചധികം വർക്ക് എടുത്തു കഴിഞ്ഞാൽ, നിരന്തരമായിട്ട് ബിസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ചിന്തകളിലേക്ക് വല്ലാണ്ട് പോകില്ലല്ലോ, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമല്ലോ എന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ടുള്ള വലിയൊരു കാരണം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രഷറാണ്, ഫൈനാൻഷ്യൽ പ്രഷറാണ്. ഒരു പുരുഷന്റെ മൂല്യം തീരുമാനിക്കുന്നത് എന്ത് വെച്ചാണെന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതൊരു ആണിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പണമുള്ളപ്പോഴും പണമില്ലാത്തപ്പോഴും ആളുകൾക്ക് അവനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കാര്യത്തിന് വ്യക്തമായ രീതിയിലുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നിങ്ങളൊരു പുരുഷനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ക്യാഷ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തപ്പോൾ ആളുകൾക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡും നിങ്ങളൊരു വലിയ ക്യാഷുകാരനായി കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരുപാടധികം കാര്യങ്ങൾ പുരുഷന്മാരുടെ മൂല്യം തീരുമാനിക്കുന്നത് ഉണ്ടെങ്കിൽ പോലും ആ കൂട്ടത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ തോതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കാണുന്ന ഒരു കാര്യം പണം തന്നെയാണ്. ഈ ഒരു ബോധവും ചെറിയ പ്രായം മുതൽക്കേ തന്നെ ഈ പുരുഷന്മാരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയും എങ്ങനെയും പണം സമ്പാദിക്കണം എന്നൊരു ചിന്തയിൽ തന്നെയാണ് ഓരോ പുരുഷന്മാരും മുന്നോട്ടേക്ക് പോകുന്നതും. ബാങ്ക് ബാലൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വലിയ രീതിയിലുള്ള ടെൻഷനൊക്കെ തന്നെയും ഉടലെടുക്കാൻ ആരംഭിക്കുന്നതൊക്കെ. പണമുണ്ടെങ്കിൽ മാത്രമേ പ്രണയിക്കാനും വിവാഹം കഴിക്കാനും ഒക്കെ അവകാശമുള്ളൂ എന്ന രീതിയിൽ പോലും പലരും ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. കയ്യിലെ പണം കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ആത്മാഭിമാനം പോലും ചോർന്നു പോകുന്ന രീതിയിലേക്ക് പല ആളുകളുടെയും ചിന്തകൾ നീങ്ങുന്നുണ്ട്. അതൊക്കെ തന്നെയും ചെറിയ പ്രായം മുതൽക്കേ തന്നെ ഈ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ കണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി വളർന്നിട്ടുള്ള, അല്ലെങ്കിൽ കേട്ട് ശീലിച്ചു വളർന്നിട്ടുള്ള പല പല കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനി നാലാമതായിട്ടുള്ള ഒരു കാര്യം നിയമപരമായിട്ടുള്ള വലിയ തോതിലുള്ള ദുരുപയോഗങ്ങളാണ്. പലപ്പോഴും ഇന്നത്തെ കാലത്തെ പല വാർത്തകളും കാണുമ്പോൾ, പ്രത്യേകിച്ച് പുരുഷന്മാർക്കെതിരെ വരുന്ന പല വാർത്തകളും കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തന്നെ ഉള്ളിൽ ചിന്തിച്ചിട്ടുണ്ടാവും, ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്നുള്ളത്. അപ്പം അത്തരത്തിൽ വലിയ തോതിൽ, ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള കേസുകൾ ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വലിയ തോതിൽ തന്നെ ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻസ്, ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് പുരുഷന്മാർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ സുപ്രീം കോടതി വരെ വ്യക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ സ്ത്രീധന നിരോധന നിയമം വലിയ തോതിൽ നിന്ന് പുരുഷന്മാർക്കെതിരായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാടധികം ആളുകൾ, പുരുഷന്മാർ തകർച്ചയിലേക്ക് എത്തിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി നിരീക്ഷിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഗാർഹിക പീഡന നിയമം, ഈ ഒരു പീഡനത്തിൻ്റെ പരിരക്ഷ ലഭിക്കുന്നത് സ്ത്രീകൾക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗാർഹികപരമായിട്ടുള്ള പീഡനങ്ങൾ നേരിടുന്ന പുരുഷന്മാരുടെ അവസ്ഥ എന്താണ്?
അവർക്കൊരിക്കലും ഈ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള പരിരക്ഷകളോ മറ്റോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അടുത്തൊരു നിയമം വരുന്നത് ലൈംഗികപരമായിട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. തീർച്ചയായിട്ടും ഈ ഫേക്ക് ആയിട്ടുള്ള പീഡന പരാതികളൊക്കെ തന്നെയും ഇന്ന് വലിയ തോതിൽ ഉയർന്നു വരുന്നതായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കും. ഇവിടെ പരസ്പര സമ്മതത്തോടെ പല കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് പിന്നീട് ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടി എന്നോണം പല കേസുകളിലും, എല്ലാം എന്ന് ഒരിക്കലും പറയുന്നില്ല, പല കേസുകളിലും സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ തിരിയുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്ന് മേൽത്തട്ട് വരെയുള്ള എല്ലാ കാറ്റഗറിയിൽ പെടുന്ന ആളുകളും ഒരുപോലെ ഇത്തരത്തിലുള്ള വ്യത്യസ്ത ലൈംഗിക പരാതികളിൽ പെട്ടുപോകുന്നുണ്ട്. ഒരുപാട് വാർത്തകളാണല്ലോ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇത് ഞാൻ പറയുമ്പോൾ വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്, റിയൽ ആയിട്ടുള്ള കേസുകളുണ്ട്. പക്ഷെ അതിനിടയിൽ കൂടെ പുരുഷന്മാർക്കെതിരെ വലിയ തോതിൽ തന്നെ ഇന്ന് പരസ്പര സമ്മതത്തോടെ പല കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് പോലും വലിയ രീതിയിൽ ബലാത്സംഗ പരാതികൾ പോലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഈ കാരണങ്ങൾ, ഇതിനെല്ലാം അനന്തരഫലമായിട്ട് ഇതിലൂടെയൊക്കെ തന്നെയും കടന്നു പോകാൻ വിധിക്കപ്പെട്ട ഒരു പുരുഷന്റെ അവസ്ഥ പിന്നീട് എന്തായിരിക്കും? ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ തോതിൽ വിചാരണ നേരിട്ട ഇത്തരം ഒരുപാടധികം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ, ഒരു പുരുഷന്റെ മനസ്സിലുള്ള ചിന്തകൾ എന്തെല്ലാമായിരിക്കും? ഇതൊക്കെ തന്നെയാണ് വേണ്ടാത്ത പല കാര്യങ്ങളിലേക്കും അവരെ കൊണ്ടെത്തിക്കുന്നത്. അത് മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും സ്വയം ജീവൻ എടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ. ഒരു സാമൂഹ്യ ജീവി എന്നോണം ചെറിയ പ്രായം മുതൽക്കെ തന്നെ ഒരുപാടധികം കാര്യങ്ങൾ പൗരുഷവുമായി ബന്ധപ്പെട്ട് ഇൻജക്ട് ചെയ്ത് വളർന്നു വന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വ്യത്യസ്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ പൗരുഷം, അവൻ്റെ ആണത്തം, അവൻ്റെ അഭിമാനം എല്ലാം നഷ്ടപ്പെടുന്ന അവസരത്തിൽ പിന്നീട് എന്തിനു ഞാൻ മുന്നോട്ടേക്ക് പോകണമെന്ന ചിന്തയിലേക്ക് പോലും പലരും എത്തിച്ചേരുന്നതാണ്. ഇവിടെ ദീപക് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലെ വിചാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടെ ചെറിയൊരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും നമ്മൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡായിട്ട് പോലും ഇത്തരം പല വീഡിയോകളും ഇന്ന് മാറി വരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു അനന്തരഫലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ മോശമായിട്ടുള്ള ഒന്നിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. ഇവിടെ സംഭവിക്കുന്ന ഇത്തരം ഒരു ട്രെൻഡ് രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ പോലും ഈ കാര്യത്തെക്കുറിച്ച് പുറം ലോകത്തോട് വിളിച്ചു പറയാൻ മടിക്കുന്നു. തങ്ങൾ വലിയ പ്രശ്നത്തിലേക്ക് എത്തുമോ എന്നൊരു ഭയം അവരുടെ ഉള്ളിൽ ജനിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ബസ്സിലോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിലോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലോ ഒക്കെ തന്നെയും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന അവസരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതെടുത്ത് പ്രചരിപ്പിക്കുക എന്നതല്ല അതിൻ്റെ ഒരു പോംവഴി എന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഷൗട്ട് ഔട്ട് ചെയ്യുക, കൃത്യമായിട്ട് അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുക, ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതല്ല എങ്കിൽ ഇവിടെ കോടതിയും നിയമവും പോലീസും ഒക്കെ ഉണ്ട്, അത്തരം വഴികളിലേക്ക് നീങ്ങുക. ഇവിടെ ഞാനും നിങ്ങളും എല്ലാവരും ഒരുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് സോഷ്യൽ മീഡിയ അല്ല കോടതി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇന്ന് കാണുന്നത് നേരെ നാളെ തിരിഞ്ഞു വന്നേക്കാം, മറ്റന്നാൾ അത് വീണ്ടും തിരിഞ്ഞേക്കാം. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകും. സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ മുന്നിട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്നോണം നിങ്ങളിലേക്ക് തന്നെയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്തിച്ചേരുക. അതിപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള വ്യത്യസ്ത വിഷയങ്ങൾ നിങ്ങൾക്ക് എടുത്തു നോക്കാം. സാമൂഹ്യ മാധ്യമങ്ങളിൽ എനിക്ക് വലിയ പിന്തുണയുണ്ട് എന്ന് കരുതി മുന്നോട്ടേക്ക് എടുത്ത് ചാടിയിട്ടുള്ളവരെല്ലാം തന്നെ ഏറ്റവും ഒടുവിൽ കുഴിയിൽ ചെന്ന് ചാടിയിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളത്. അപ്പം എന്താണ് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോയിലൂടെ കൃത്യമായ രീതിയിൽ പുരുഷന്മാരുടെ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ, എങ്ങനെ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെയും പുറത്തേക്ക് ഈ പുരുഷന്മാരെ കൊണ്ടുവരാമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം തന്നെയാണ് നൽകേണ്ടത്. അത് താഴെ തട്ടിൽ നിന്ന് സ്കൂൾ പഠനം മുതൽക്കെ തന്നെ കൃത്യമായ രീതിയിൽ ഓരോ കുട്ടികളെയും ഓരോ പുരുഷനെയും കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം വിഷയങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമതായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെയും ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള കൂടുതൽ അവസരങ്ങൾ തുറക്കപ്പെടുക എന്നുള്ളതാണ്. അതിനിപ്പോൾ ഓൺലൈനായിട്ടുള്ള സംവിധാനങ്ങൾ വഴിയാണെങ്കിൽ പോലും അത്തരം സംവിധാനങ്ങൾ കൂടുതലായിട്ട് വരിക വഴി ഈ പ്രശ്നങ്ങളിൽ നിന്ന്, പുരുഷന്മാരുടെ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാൻ അതൊരു വലിയ സഹായകരമായിട്ട് മാറുക തന്നെ ചെയ്യും. മൂന്നാമതായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള ചില പരിഷ്കരണങ്ങൾ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതകളാണ്. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്നൊരു കാര്യം തന്നെയല്ലേ ഇത്.
വ്യത്യസ്ത തരത്തിലുള്ള കേസുകൾ, വ്യത്യസ്ത തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻസ് ഒക്കെ തന്നെ ഈ വരുന്ന അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് മാറ്റം വരുമെന്നുള്ളത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുമെന്ന രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാം. സമൂഹത്തിൽ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തിലൊക്കെ തന്നെയും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു നാളെ സ്വപ്നം കൊണ്ടുകൊണ്ട് നിർത്തുന്നു. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങളും മറ്റുമൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാം. നമുക്കൊരു ആരോഗ്യപരമായിട്ടുള്ള ചർച്ച തന്നെ കമന്റ് ബോക്സിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.